നോക്കിയേ, കഴിച്ചോ, വിഷം കഴിച്ചോ ഭാര്യമാർ കൊന്നതോ എന്ന് വേണം. ഓക്കെ. ഈ പഴയ ഫോട്ടോ ഒന്നുമില്ലല്ലോ, ഇപ്പം AI ക്രിയേറ്റ് ചെയ്തൊരു ഫോട്ടോയാണ്. ചങ്ങുഞ്ച മറ്റേ കഴിഞ്ഞ ടോപ്പിക്ക് ഇനി ഇടല്ലേ കേട്ടോ. ഈ ടോപ്പിക്ക് ഇനിയും കുറച്ച് ദിവസം ഇത് കൊണ്ടുപോവുക. കാരണം നമ്മുടെ യൂട്യൂബിനകത്ത് ലൈവ് കൊടുക്കുന്ന സഹോദരന് എന്തോ തംബ്നെയിൽ ഉണ്ടാക്കി കഴിഞ്ഞ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നത്തേക്കിനൊന്ന് ക്ഷമിക്കുക. പക്ഷേ ഈ ഒരു കാരണം പുള്ളി ഈ ബോസ് ആരാണ് സഹോദരൻ? ഹലോ ബോസ്, എന്താ പറയാനുള്ളേ? അല്ല, നിങ്ങൾ ഈ മുഹമ്മദിനെ കുറിച്ച് സംസാരിക്കാൻ കൂട്ടുകാരാ ഇവിടെ താഴെ പോയോ? എല്ലാരെ കൊണ്ടൊന്ന് സംസാരിക്കാൻ വന്നവർ ബോസിനെ ഒന്ന് വിളിക്കാം. ബോസ് കൂട്ടുകാരെ ഒന്ന് സംസാരിക്കട്ടെ. എന്തോ ആഗ്രഹമുണ്ട്, അത് പറയാനുള്ള വെമ്പൽ കൊണ്ടിടുന്നുണ്ട്. അല്ല, ടൈറ്റിൽ എന്താണ് ഇടേണ്ടത്, എന്താണ് സംസാരിക്കേണ്ടത്, നിങ്ങൾ സംസാരിക്കണോ? ഇത് താങ്കൾ ആരോ സഹോദരത്തായി തീരുമാനിക്കും. ഹു ആർ യു? ആരുമല്ല, ഒന്നുമില്ല. അപ്പോ മേളിൽ കയറി വരുമ്പോൾ ഇതിവിടെ ഞങ്ങളൊരു വിഷയം ഇടുന്നത് നമ്മൾ അതിനെപ്പറ്റി പഠിക്കാനും അതിനെപ്പറ്റി പഠിപ്പിക്കാനും ഇരിക്കുന്ന പഠിക്കാൻ വേണ്ടിട്ട്, അതും കുറ്റം പറയാനല്ല എന്റെ. ഇത് നമ്മൾ അച്ചങ്കുഞ്ച നമ്മൾ കളിയാക്കാൻ വേണ്ടിയിട്ടിട്ട ഒരു ടോപ്പിക്കോ റൂമോ അല്ല. വെറുതെ ചുമ്മാതെ ഇങ്ങനെ ഒരു ട്രോളിന് വേണ്ടിയിട്ട് ഇറക്കിയ റൂമല്ല. നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസുകൾ നമുക്ക് ഷിയാക്കളുടെ തെളിവുകളിൽ നിന്ന്, അവരുടെ പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളുടെ തെളിവുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. മുഹമ്മദിനെ കൊല്ലാൻ അല്ലെങ്കിൽ മുഹമ്മദിന്റെ മരണത്തിന് കാരണമായത് തീർച്ചയായിട്ടും മുഹമ്മദിന്റെ ഭാര്യമാർക്ക് അതിനകത്ത് കൈയുണ്ട്. ഐഷ അത് തന്നെ ചെയ്യത്തില്ല. ഐഷയുടെ കൂട്ടത്തിൽ വേറെ ഭാര്യമാരും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനവർ തെളിവുകൾ പറയുന്നുണ്ട്. അല്ലാതെ ഞങ്ങൾ ചുമ്മാതെ ഇങ്ങനെ വെറുതെ കാറ്റത്ത് വെടിവെക്കുന്ന ഒരു രീതിയല്ല. സുന്നികൾക്ക് പല ഹദീസുകളുമുണ്ട്, അത് അവർ വിശ്വസിക്കുന്നു. അതുപോലും വിശ്വസിക്കാത്തവന്മാരാണ് ഇവിടെ കയറി വന്നിട്ട് പറഞ്ഞത് പനി പിടിച്ചാട്ടാ മരിച്ചെന്ന്. സുന്നി ഹദീസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, മുഹമ്മദ് ഖൈബറിൽ വിഷം കഴിച്ചു. മുഹമ്മദിന്റെ മൂന്ന് വർഷങ്ങളോളം, ഏകദേശം 2-3 വർഷങ്ങളോളം അദ്ദേഹം അതിന്റെ വേദന അനുഭവിച്ചു. മുഹമ്മദ് തന്നെ മരണത്തിന്റെ ലാസ്റ്റ് സമയങ്ങളിൽ പറഞ്ഞു, എൻ്റെ ജീവനാടി മുറിഞ്ഞു പോകുന്ന പോലെ വേദന എനിക്ക് അനുഭവപ്പെടുന്നു. അതിൽ നിന്നാണ് പുള്ളി മരിച്ചത് എന്നുള്ള കാര്യം ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലും അംഗീകരിക്കാൻ കഴിയാത്ത സുന്നികളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. പിന്നെ അൻഷാദ് കോടയെങ്കിൽ ഞാൻ ആരാണെന്ന് ഞാൻ പറയാം. താങ്കൾ ഇത് കയറി വന്നിട്ട് ആദ്യം മുഹമ്മദിനെ പറ്റി പറ. മുഹമ്മദിന് അഡ്രസ് ഇല്ലാത്ത താങ്കൾ എൻ്റെ അഡ്രസ് എന്തിനാ പറയുന്നേ? ഞാനിവിടെ പറയുന്ന തെളിവുകൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പറയൂ സഹോദര, അല്ലാതെ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യത്തിലേക്ക് പോകാതെ. അത് പോയിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മുഹമ്മദ് വ്യാജം, അള്ളാഹ് ഈ ലാഹിന്റെ പേരിൽ വ്യാജം പറയണമെങ്കിൽ ലാഹ് എന്ന ജീവനാടി മുറിച്ചു കളയുന്നുള്ള ഇത് എന്താണ് ആയത്തുമില്ലേ? ഉണ്ടല്ലോ ടാബി ബ്രദറെ. ആ ആയത്തൂടെ നമുക്ക് നോക്കാം. ഖുറാന്റെ ആയത്ത് ആരെങ്കിലും ഖുറാൻ ഒന്ന് എടുക്കുവാണെങ്കിൽ നമുക്ക് അച്ചങ്കുഞ്ചാനെ ഖുറാൻ ഒന്ന് എടുക്കാമോ? ഖുറാൻ എടുത്തിട്ട് ആ ഭാഗം ഒന്ന് വായിച്ച്. സൂറ, ഒരു മിനിറ്റ്, ഖുറാന്റെ ആയത്ത് വായിക്കണോ? അതൊന്ന് വായിച്ചു തരും. അള്ളാഹുവിന്റെ ചാലഞ്ചാണ്. സൂറത്ത് അൽ ഹഖ് 69, അതിന്റെ 44, 45, 46. 69ന്റെ 44, 45, 46. അത് വായിക്കും. 44. അദ്ദേഹം നമ്മുടെ പേരിൽ ഏതെങ്കിലും വാക്കുകൾ കെട്ടിയുണ്ടാക്കിയാൽ അദ്ദേഹത്തെ നാം വലത് കരം കൊണ്ട് പിടിക്കുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ജീവനാഡിയെ നാം മുറിച്ചു കളയുമായിരുന്നു. അപ്പോൾ നിങ്ങളിൽ ആരും തന്നെ അദ്ദേഹത്തിൽ നിന്ന് തടയുന്നവരായി ഉണ്ടാകുകയില്ല. 47 വരെ അല്ലേ? വേണ്ട, അത്രയും മതി. ഇവിടെ അള്ളാഹു പറയാണ്, അദ്ദേഹം എൻ്റെ പേരിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ എന്തെങ്കിലും കെട്ടിച്ചമച്ചുണ്ടാക്കുകയാണെങ്കിൽ
ഞാൻ അവന്റെ വലങ്കരം പിടിച്ചിട്ട് അവന്റെ ജീവനാടി, അവന്റെ അയോട്ട മുറിച്ചു കളയും എന്ന് അള്ളാഹു പറയാ. എന്താണെങ്കിലും അള്ളാഹുവിന് ഫിസിക്കലായി വന്ന് ഒരു മനുഷ്യന്റെ കഴുത്ത് മുറിക്കുവാൻ പറ്റത്തില്ല. ജീവനാടി മുറിക്കുവാൻ, നേരെ കഴുത്ത് മുറിക്കുവാൻ, പിച്ചാത്തി എടുത്തോണ്ട് വന്ന് കഴുത്ത് മുറിക്കുവാൻ ഒന്നും പറ്റത്തില്ല. അപ്പൊ ഇനി മുഹമ്മദ് എന്തെങ്കിലും അള്ളാന്റെ പേരിൽ കെട്ടിച്ചമച്ചിട്ടുണ്ടോ? അതിന്റെ സൈൻ ആയിരിക്കും മുഹമ്മദിന്റെ മരണം എന്ന് ഖുർആൻ രേഖപ്പെടുത്തുന്നു. എനിക്ക് തോന്നുന്നു പ്രവചനമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവം കൊടുത്ത ഒരു നീതിയാണ് ഇവിടെ മുഹമ്മദ് പറഞ്ഞ വൃത്തികേടുകളും കള്ളത്തരങ്ങളും. പിന്നത്തേതിൽ മുഹമ്മദിന്റെ ജീവിതത്തിൽ തന്നെ അത് സംഭവിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ മേളിൽ തെളിവിട്ടിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. സഹീഹ് അൽ ബുഖാരി 4428. സഹീഹ് അൽ ബുഖാരി 4428. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ഇത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ ഈ മുഹമ്മദിന്റെ മരണത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് എടുക്കുന്നത്. നിങ്ങളുടെ ഡിസ്കഷൻസിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ മുസ്ലിങ്ങൾക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക തെളിവുകളായിട്ട്. ഇത് സുന്നികളുടെ ഹദീസുകളാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഷിയാക്കളിലേക്ക് നമുക്ക് പിന്നത്തേത് കടന്നു വരാം. പറയുന്നത് ഇങ്ങനെയാണ്. ദ പ്രോഫറ്റ് ഇൻ ഹിസ് എയിൽമെന്റ് ഇൻ വിച്ച് ഹി ഡൈഡ്. മുഹമ്മദിന്റെ ആ രോഗാവസ്ഥയിൽ, അദ്ദേഹത്തിന്റെ മരണത്തിന്റെ രോഗാവസ്ഥയിൽ അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. ഓ ഐഷ, ഐ സ്റ്റിൽ ഫീൽ ദ പെയിൻ കോസ്ഡ് ബൈ ദ ഫുഡ് ഐ ഏറ്റ് അറ്റ് ഖൈബർ. ഖൈബറിൽ നിന്നും കഴിച്ച ആ ആഹാരത്തിന്റെ വേദന എനിക്കിപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ മുഹമ്മദിന്റെ മരണത്തിന് കാരണം എന്തുവാ? ആ വേദനയാണ്, ആ വിഷത്തിന്റെ വേദനയാണെന്ന് മുഹമ്മദ് തന്നെ പറയുന്നു. ഇവന്മാര് പറയുന്നു പുള്ളിക്ക് പണി പിടിച്ചിട്ടാണെന്ന്. And at this time, I feel as if my aorta is being cut from that poison. ഇപ്പോൾ എനിക്ക് അനുഭവപ്പെടുന്ന എന്റെ ജീവനാടി മുറിഞ്ഞു പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. അള്ളാടെ ക്ലെയിം എന്തുവായിരുന്നു? ഇവൻ എന്തെങ്കിലും കെട്ടിച്ചമച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ ജീവനാടി നമ്മൾ മുറിച്ചു കളയൊന്ന് ഞമ്മൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ക്ലെയിം ഒന്നുകൂടെ ഞാൻ വായിക്കാം. അദ്ദേഹം നമ്മുടെ പേരിൽ ഏതെങ്കിലും വാക്കുകൾ കെട്ടിയുണ്ടാക്കിയാൽ പിന്നെ അദ്ദേഹത്തിന്റെ ജീവനാടിയെ നാം മുറിച്ചു കളയുമായിരുന്നു. അത് തന്നെ. അതെ, പിന്നെ അദ്ദേഹത്തിന്റെ ജീവനാടി നാം മുറിച്ചു കളയുമായിരുന്നു എന്ന അള്ളാഹുവിന്റെ ക്ലെയിം. ഈ ഹദീസിനകത്ത് മുഹമ്മദ് പറയുന്നു എന്റെ ജീവനാടി മുറിഞ്ഞു പോകുന്നത് പോലെ ഒരു വേദന എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഖുറാന്റെ ആയത്തും ഈ ഹദീസും വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം മുഹമ്മദ് പറഞ്ഞതെല്ലാം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്, അല്ലാതെ അള്ളാഹുവോ ആരും തന്നെ പറഞ്ഞു കൊടുത്തതല്ല. മുഹമ്മദ് കെട്ടിച്ചമച്ചുണ്ടാക്കി പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ശിക്ഷ കിട്ടിയത് എന്ന് നമുക്ക് ഇവിടെ നിന്നും കാണാവുന്നതാണ്. ഇനിയും ഒരു ഹദീസ് കൂടെ വായിക്കാം. സഹീഹ് അൽ ബുഖാരി. പറഞ്ഞു വഹി കിട്ടി, ഞാൻ പറഞ്ഞോട്ടെ. എനിക്കൊരു വഹി കിട്ടിയത് എളുപ്പം പറഞ്ഞു. വേർക്കുന്നുണ്ടോ? വിയർക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ നാമെന്ന് പറയുന്നുണ്ട്. നാമെന്ന് പറയുന്ന ലാഹുദേവനാണല്ലോ നാമ്. അതെ, അറബി ദേവനാണ് ഈ പറയുന്നത്. അപ്പൊ അവൻ ആകാശത്തു നിന്ന് വെള്ളം ചൊരിയാൻ നാം മുളകളെ പൊട്ടിക്കുന്ന പറയാം. അപ്പം ആ നാം ആണ് അള്ളാഹു ലാഹുദേവൻ. അപ്പം അവൻ വേറെ ഏതോ പുള്ളിയാണ്. എനിക്കിപ്പം കിട്ടിയൊരു വഹിയാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അതെ, അബ്ദുൽ ഖാദറിന്റെ വീരവാദം നിങ്ങൾ നോക്കുക. അബ്ദുൽ ഖാദർ പറയുന്നു സുന്നി പണ്ഡിതന്മാർക്കിടയിൽ പോലും ഒരുപാട് ഹദീസുകൾ പല സഹിയും അഭിപ്രായ വ്യത്യാസവും ഉണ്ട് എന്നിട്ടല്ലേ ഷിയാക്കളുടെ ഹദീസുകൾ കൊണ്ടുവരുന്നത്. പുള്ളി സുന്നികളുടെ ഹദീസുകളെ തള്ളി. മനസ്സിലായി? നേരെ ഇവന്മാര് പണ്ഡിതന്മാരുടെ ഹദീസുകളെ തള്ളി. ഇപ്പൊ നമ്മൾ ഖുറാന്റെ ആയത്ത് വായിച്ചപ്പോ പുള്ളി അതും തള്ളി. ഇതാണ് ഒരു മുസൽമാൻ, ഒരു ആവറേജ് അബ്ദുൽ ഖാദറിന്റെ. പുള്ളിക്ക് മനസ്സിലായില്ല കാര്യം. അതാണ് പുള്ളിക്ക് മനസ്സിലായില്ല. പുള്ളി വിചാരിച്ചു നസ്രീം ബ്രദർ ഇപ്പൊ വായിക്കുന്നത് ഷിയാക്കളുടെ ഹദീസാന്നാ പുള്ളി ചിന്തിക്കുന്നത്. ഇത് ഷിയാക്കളുടെ ഹദീസ് അല്ല ഞാൻ വായിച്ചത്, ബുഖാരിയിൽ നിന്നാണ് ഞാൻ വായിച്ചത്. എന്റെ സഹോദര, നിങ്ങൾ തെളിവ് നോക്കൂ. നിങ്ങൾ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏത് ലോകത്താണ് നിങ്ങൾ ഇരിക്കുന്നത്? നിങ്ങളൊന്ന് തെളിവ് വെച്ചിട്ട് നിങ്ങൾ നോക്കൂ. ഞാൻ എന്തോ പറഞ്ഞു കഴിഞ്ഞു. ഖുറാന്റെ ആയത്ത് സൂറ 69 44, 45, 46 ഇവിടെ അള്ളാഹ് ക്ലെയിം വെക്കുന്നു. ഇവൻ എന്തെങ്കിലും കെട്ടിച്ചമച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ കൈ പിടിച്ചിട്ട് ഇവന്റെ ജീവനാടി നാം മുറിച്ചു കളയുമെന്ന്. സഹീഹ് അൽ ബുഖാരിക്ക് അത് പറയുന്നു. മുഹമ്മദ് തന്നെ പറയുന്നു ആ ഖൈബറിൽ നിന്ന് കഴിച്ച വിഷത്തിന്റെ വേദന കാരണം എനിക്ക് ജീവനാടി മുറിഞ്ഞു പോകുന്ന പോലെ അനുഭവപ്പെടുന്നു എന്ന്. ഇത് കള്ളത്തരമാണെന്ന് നിങ്ങൾ പോയി നിങ്ങളുടെ ഉസ്താദുമാരോട് ചോദിക്കുക. കഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉസ്താദുമാരോട് ചെന്ന് ചോദിക്കുക, ഉസ്താദേ ഇങ്ങനെ ക്രിസ്ത്യാനികൾ ഇങ്ങനെ ഒരു ഹദീസ് ഇടുന്നുണ്ടല്ലോ, ഈ ഹദീസ് കള്ള ഹദീസാണോ ബുഖാരിക്കകത്ത്? അവര് കൂനിച്ചിട്ടിട്ട് അവര് വേണേ സവാരി നടത്തും നിങ്ങളെ.
കഷ്ടമുണ്ടെന്ന് പറഞ്ഞ വായിച്ചില്ലേ? സ്വന്തം വിശ്വാസം തകർന്നപ്പോൾ കഷ്ടം അതിന്റെ വേറെ ഉണ്ട്. സങ്കടത്തിൽ കുറെ അല്ലല്ല സ്വന്തം വിശ്വാസം തകർന്നപ്പോൾ അതിന്റെ സങ്കടത്തിൽ കുറെ ആളുകൾ ഗ്രൂപ്പ് ഇട്ട് സംസാരിക്കുന്നു. അങ്ങനെയാണോ പോലെ? എങ്ങനെയുണ്ട്? നല്ല വിഷമമുണ്ടല്ലേ? നല്ല നല്ല വേദനയുണ്ട്, സ്വയം വേദന. കഷ്ടം എന്ന് പറഞ്ഞ ആ അപ്പം സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കിയില്ലേ, മുഹമ്മദിന്റെ മരണത്തെ പറ്റി പറയുമ്പോൾ ഇവർക്ക് നല്ല ചങ്കിടിപ്പാണ്, നെഞ്ചത്ത് കുത്തുന്ന വേദനയാ ഇവർക്ക്. കാരണം എന്തുവാ, ആ ദാരുണ അന്ത്യമായിരുന്നു ആ കള്ളപ്രവാചകന്റേത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരു ഹദീസ് കൂടെ ഞാൻ വായിക്കാം, അവിടെ പറയുന്നത് എന്താണെന്ന് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. സഹീഹുൽ ബുഖാരി 2617 ഞാനത് തെളിവ് മേളിലിട്ടിട്ടുണ്ട്, നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. നറേറ്റഡ് അനസ് ബിൻ മാലിക് ആണ് നിവേദനം ചെയ്യുന്നത്. എ ജൂയിഷസ് ബ്രോട്ട് എ പോയിസൺ കുക്ക്ഡ് ഷീപ്പ് ഫോർ ദ പ്രോഫറ്റ്. ഒരു യഹൂദ സ്ത്രീ വിഷമുള്ള ഒരു ആട്ടിറച്ചി കുക്ക് ചെയ്ത് കറി വെച്ച് മുഹമ്മദിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഹു ഏറ്റ് ഫ്രം ഇറ്റ്, അപ്പൊ മുഹമ്മദ് അതിൽ നിന്നും കഴിച്ചു. ഷീ വാസ് ബ്രോട്ട് ടു ദ പ്രോഫറ്റ് ആൻഡ് ഹി വാസ് ആസ്ക്ഡ് ഷാൽ വി കിൽ ഹർ. അപ്പം ഈ സ്ത്രീയെ മുഹമ്മദിന്റെ അടുത്ത് കൊണ്ടുവന്നു, എന്നിട്ട് ചോദിച്ചു ഇവളെ കൊന്നുകളയട്ടെ. ഹി സെഡ് നോ. അയ്യോ, കൊല്ലല്ലേ. ഐ കണ്ടിന്യൂ ടു സീ ദ എഫക്ട് ഓഫ് ദ പോയിസൺ ഓൺ ദ പാലറ്റ് ഓഫ് ദ മൗത്ത് ഓഫ് അല്ലാഹ്സ് മെസ്സഞ്ചർ. അള്ളാഹുവിന്റെ റസൂലിന്റെ നാവിന്റെ അറ്റത്ത് ആ വിഷത്തിന്റെ അനുഭവം ഇപ്പോഴും എനിക്ക് കാണാം എന്ന് അനസ് ബിൻ മാലിക് പറയുന്നതായിട്ട് നമുക്ക് ഇനിയും കാണാം. ഇനി നിങ്ങൾ ഇവിടെ കാണുമ്പോൾ നിങ്ങളുടെ വിചാരം, നിങ്ങൾക്ക് തോന്നും അയ്യോ, ഒരു സ്ത്രീ വിഷം കൊടുത്തിട്ട് പോലും അവളെ കൊല്ലാത്ത എന്തൊരു മാന്യനാണ് മുഹമ്മദ് എന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടാവും. അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഒന്നും നിങ്ങൾ വെക്കരുത്. കാരണം എന്താണ്? കാരണം വേറെ ഒരു ഹദീസ് കൂടെ അപ്പുറത്ത് കിടക്കുക. ഏതാ? സുനൻ അബൂ ദാവൂദ് 4512 ഞാൻ അതിന്റെ തെളിവ് ഞാൻ മേളിലിടാം. ഇതുകൂടെ നിങ്ങൾ വായിക്കണം. മുഹമ്മദ് ആ സമയത്ത് കൊല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പിന്നത്തേതിൽ അവളെ കൊല്ലണം എന്ന് തന്നെയാണ് മുഹമ്മദ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ തെളിവ് ഞാൻ മേളിലിട്ടിട്ടുണ്ട്, അതുകൂടെ നോക്കുക. നറേറ്റഡ് അബൂ ഹുറൈറ, ദ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ് വുഡ് ആക്സെപ്റ്റ് presents but would not accept alms, sadaqah. And Wahab bin Bayaki narrated to us elsewhere from Khalid, from Muhammad ibn Amr, said on the authority of Abu Salma, and he did not mention the name of Abu Huraira. The messenger of Allah used to accept presents but not sadaqah. മുഹമ്മദ് പ്രസൻസ് ഗിഫ്റ്റ് അംഗീകരിക്കുമായിരുന്നു, പക്ഷെ സദക്ക എടുക്കത്തില്ല പുള്ളി. അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ this version adds, so a Jewess presented him at Khaybar with a roasted sheep which she had poisoned. ഒരു യഹൂദ സ്ത്രീ ഒരു റോസ്റ്റഡ് ഷീപ്പ് കൊണ്ടുവന്നു, ഖൈബറിൽ വെച്ച് അതിനകത്ത് വിഷം ചേർത്തിട്ടുണ്ടായിരുന്നു. The messenger of Allah ate of it and the people also ate. മുഹമ്മദ് അതിൽ നിന്നും കഴിച്ചു, മുഹമ്മദിന്റെ കൂട്ടത്തിലുള്ളവന്മാരും കഴിച്ചു. He then said, take away your hands from the food, for it has informed me that it is poisoned. മുഹമ്മദ് അപ്പം പറയാ, അയ്യോ, ആഹാരത്തിൽ നിന്നും കൈ എടുക്കുക, കാരണം ആഹാരം ആ ആട്ടിന്റെ ഇറച്ചി അത് എന്നോട് സംസാരിച്ചു പോലും ഇത് വിഷം കൊടുത്തിട്ടുണ്ട് എന്ന്. ലോക ഉടായിപ്പല്ല ഇങ്ങനെ പറഞ്ഞത്. എടാ, ഒരു സാധനം വായിലോട്ട് വെച്ച് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തില്ല അതിനകത്ത് എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസമുണ്ടോ എന്നുള്ള കാര്യം. അപ്പം ആ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ടാണ് പുള്ളി പറയുന്നത് ഇതിനകത്ത് വിഷമുണ്ടെന്ന്. പക്ഷെ പുള്ളി ഇതിനകത്ത് തള്ളുന്നു പറഞ്ഞാൽ ഈ ആട്ടിറച്ചി എന്നോട് സംസാരിച്ചു ഇതിനകത്ത് വിഷമുണ്ടെന്ന്. ഇത് മുഹമ്മദിന്റെ കള്ളത്തരം. ഇനിയും താഴോട്ട് നോക്കാം. It has informed me that it is poisoned. Bishar ibn al-Bar ibn Marur al-Ansari died. അപ്പൊ ഒരു മുഹമ്മദിന്റെ ഈ ഒരു പ്രവൃത്തി ഇത് കഴിക്കുന്നത് കണ്ടിട്ട് അപ്പുറത്തിരിക്കുന്ന സഹാബി ആർത്തിമൂത്ത് പുള്ളി അതങ്ങ് വിഴുങ്ങി. ബിഷാർ ഇബിൻ അൽ ബറാർ ഇബിൻ മറൂർ അൽ അൻസാരി ഇത് വിഴുങ്ങിക്കഴിഞ്ഞ് പുള്ളി ഓൺ ദ സ്പോട്ട് ഡെത്ത് ആണ്. സോ ദ പ്രോഫറ്റ് സെന്റ് ഫോർ ദ ജൂഷസ് ആൻഡ് ആസ്ക്ഡ് ഹർ. അപ്പൊ മുഹമ്മദ് ഈ യഹൂദ സ്ത്രീയെ വിളിച്ചു വരുത്തി, എന്നിട്ട് ചോദിച്ചു, വാട്ട് മോട്ടിവേറ്റഡ് യു ടു ഡു ദ വർക്ക് യു ഹാവ് ഡൺ? നിനക്കിത് ചെയ്യാൻ പ്രേരണ എന്താ തന്നത്? She said, if you were a prophet, it would not harm you. നീ ഒരു പ്രവാചകനായിരുന്നുവെങ്കിൽ നിന്നെ ഇത് ബാധിക്കത്തില്ല, എഫക്ട് ചെയ്യത്തില്ല, ഹാം ചെയ്യത്തില്ല. ബട്ട് ഇഫ് യു വർ എ കിങ്, ഐ ഷുഡ് റിഡ് ദ പീപ്പിൾ ഓഫ് യു. പക്ഷെ നീ ഒരു രാജാവ് ആണ് എങ്കിൽ ഞാൻ മനുഷ്യരെ നിന്നിൽ നിന്നും രക്ഷിക്കണം, അതുകൊണ്ട് നിന്നെ ഇല്ലായ്മ ചെയ്യണം. The messenger of Allah then ordered regarding her and she was killed. മുഹമ്മദ് അത് കഴിഞ്ഞിട്ട് അവളെ പറ്റി ഓർഡർ കൊടുത്തു, അങ്ങനെ അവളെ കൊന്നു. മനസ്സിലായോ?
ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം മുഹമ്മദ് ഒരു മാതൃകയെ അല്ല. മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷം കൊടുത്ത ആ യഹൂദ സ്ത്രീയെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു മുഹമ്മദിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, അല്ലാതെ അവളോട് കരുണ കാണിക്കുന്ന മുഹമ്മദിനെ അല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ കർത്താവ് എന്താണ്? നമ്മുടെ കർത്താവിനെ ക്രൂശിലോട്ട് കൊണ്ടുപോയി അവിടെ യഹൂദന്മാരും റോമ പടയാളികൾ കർത്താവിനെ ക്രൂശിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ എന്താണ്? ഇവർ ചെയ്യുന്ന എന്ത് എന്നറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കുക എന്ന് പിതാവിനോട് കർത്താവ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ മുഹമ്മദ് ഈ യഹൂദ സ്ത്രീയെ കൊല്ലിപ്പിച്ചതായിട്ട് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. ഹി ദെൻ സെഡ് അബൌട്ട് ദ പെയിൻ ഓഫ് വിച്ച് ഹി ഡൈഡ്. അത് കഴിഞ്ഞിട്ട് മുഹമ്മദിന്റെ മരണത്തിൽ ഉണ്ടാകുന്ന ആ മരണത്തിലേക്ക് നയിക്കുന്ന ആ വേദനയെ പറ്റി വിവരിക്കുന്നു. ഹി ദെൻ സെഡ് അബൌട്ട് ദ പെയിൻ ഓഫ് വിച്ച് ഹി ഡൈഡ്. I continue to feel from the morsel which I had eaten at Khaybar. ഖൈബറിൽ വെച്ച് കഴിച്ച ആ ഒരു ആഹാരത്തിന്റെ അതിന്റെ വേദനയെ പറ്റി അദ്ദേഹം പറയുക. This is the time when it has cut off my aorta. ഈ സമയത്താണ് എൻ്റെ ജീവനാടി മുറിഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ എത്ര ഹദീസായി ഇപ്പം? ഖുറാന്റെ ആയത്ത്, 2 ഹദീസുകൾ. ഇനിയും ഒരു ഹദീസ് കൂടെ ഉണ്ട്. ഇവിടെ പറയുന്നത് എന്താണ്? സുനൻ ഇബ്ൻ മാജ 3546. It was narrated from Ibn Umar Salma said, O Messenger of Allah, every year you are still suffering because of the poisonous meat that you ate. അല്ലയോ റസൂളെ, എല്ലാ വർഷവും താങ്കൾക്ക് അന്ന് കഴിച്ച ആ ഒരു ആഹാരത്തിന്റെ മാംസത്തിന്റെ വേദന താങ്കൾക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലോ. ഭയങ്കര നരകയാതനയായിരുന്നു മുഹമ്മദിന്. ചുമ്മാതുള്ള വേദനയൊന്നും അല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഈ മുസ്ലിങ്ങൾക്ക് ഇത്രയും വേദന ഉണ്ടാകാൻ മുഹമ്മദിന്റെ മരണത്തെ പറ്റി പറയുമ്പോൾ ഇവർക്ക് ഹാലിളകാനുള്ള കാരണം എന്തുവാ? കാരണം അത്രയ്ക്ക് നരകിച്ചിട്ടാണ് മുഹമ്മദിന്റെ മരണത്തിൽ അവർക്ക് ഈ ഒരു വിവരണങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ പറയുന്നതല്ല, ഉമർ സൽമ പറയുന്നതാണ്. ഓ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ്, എവറി ഇയർ യു ആർ സ്റ്റിൽ സഫറിങ് pain because of the poisoned meat that you ate. He said, nothing that happens to me, but it was decreed for me when Adam was still at the stage of being a clay. എനിക്ക് സംഭവിക്കുന്നത് ഒന്നും എന്തല്ല, ആദ്യമേ എൻ്റെ മേൽ വിധി കൽപ്പിക്കാത്തതൊന്നും അല്ല. ആദം ഒരു മണ്ണായിരിക്കുന്ന ആ സമയത്ത് തന്നെ, ഒരു കുഴച്ച മണ്ണായിരിക്കുന്ന ആ സമയത്ത് തന്നെ ഇത് എൻ്റെ മേൽ വിധി കൽപ്പിച്ചതാണെന്നാണ് മുഹമ്മദ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോ തന്നെ 2-3 ഹദീസുകൾ എടുത്തു. ഒരു ഹദീസ് കൂടെ, സുനൻ അബൂദാവൂദ് 4498 4498. ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം. എന്ന് അപ്പുറത്ത് വന്നിട്ട് ആരായിരുന്നു? നാൻസ് ആയിരുന്നു പറഞ്ഞത്, ഉയ്യോ മുഹമ്മദിന്റെ മരണം ഇങ്ങനെ ഒന്നും അല്ല, ഞങ്ങളുടെ മമ്മൂഞ്ഞിന്റെ മരണം ഇങ്ങനെ ഒന്നും അല്ല എന്നാണ് പുള്ളി തള്ളിയത്. ഈ ഹദീസിനകത്തും നിങ്ങൾക്ക് സെയിം ഈ കാര്യം കാണാം. ഇങ്ങനെയാണ് പറയുന്നത്. ഷീ സെഡ്, ഇഫ് യു were a prophet it would not harm you, but if you are a king I should get rid of you. The apostle of Allah then ordered regarding her and she was killed. മുഹമ്മദ് അവളെ പറ്റി പറഞ്ഞു, എന്നിട്ട് അവളെ കൊല്ലിപ്പിച്ചു എന്ന് നമുക്ക് ഒരു ഹദീസിലൂടെയും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ മുഹമ്മദിന്റെ മരണം ഏറ്റവും ദാരുണമായിരുന്നു. ഇനിയും അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ആയിഷ ഇതിനെ പറ്റി പറയുന്നുണ്ട്. ദാരുണ അന്ത്യമായിരുന്നു, ഒരു മനുഷ്യനും അനുഭവിക്കാത്ത ഒരു ദാരുണ അന്ത്യമായിരുന്നു എന്ന് ജാമിയ തിർമിദി 2397 പറയുന്നു. ജാമിയ തിർമിദി 2397. അല്ലാതെ വഫാത്തും ഗിഫാത്തും അല്ലെങ്കിൽ ഒരു നല്ല ഒരു മനുഷ്യൻ മരിക്കുന്ന ഒരു രീതി ഒന്നും അല്ല. മനസ്സിലായോ? ഒരു പിശാച് ബാധിച്ച മനുഷ്യൻ പോലും ഇങ്ങനെ മരിക്കത്തില്ല. ആ ലെവലിലാണ് മുഹമ്മദിന്റെ മരണം പോയത്. അടുത്ത തെളിവ് ഞാൻ ഇടാം. ഇതുകൂടെ നിങ്ങൾ മേളിലിട്ടിരിക്കുന്ന തെളിവ് ഇതുകൂടെ നിങ്ങൾ കാണുക. ജാമിയ തിർമിദി 2397. അത് ഞാൻ മേളിലിട്ടിട്ടുണ്ട്, അതുകൂടെ നിങ്ങൾക്ക് നോക്കുക. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ആയിഷ സെഡ്, I have not seen ailment affecting anyone worse than upon the messenger of Allah. ഞാൻ വേറെ ആർക്കും ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്, ഒരു രോഗം ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആർക്കാ? anyone worse than messenger of Allah.
മുഹമ്മദിന് സംഭവിച്ചതുപോലത്തെ ഇത്രയും ദാരുണമായിട്ടുള്ള ഒരു രോഗം ബാധിച്ചതായിട്ട് ഞാൻ ആരെയും കണ്ടിട്ടില്ല എന്നാണ് ഇവിടെ ഐഷ വിവരിക്കുന്നത്. നമ്മളല്ല ഇത് വിവരിച്ചത്, ഐഷയാണ് ഈ കാര്യത്തെ പറ്റി പറയുന്നത്. നിങ്ങൾ ഈ തെളിവുകൾ സേവ് ചെയ്ത് വെക്കുക സഹോദരന്മാരെ. മുഹമ്മദിന്റെ മരണം മുസ്ലിങ്ങൾക്ക് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മനസ്സിലായോ? നമ്മൾ എന്തുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്? കാരണം ഒരു പ്രവാചകനും ഇങ്ങനത്തെ ഒരു അന്ത്യം വന്നിട്ടില്ല. വന്നിട്ടുണ്ടോ? ഇല്ല. സത്യത്തിനു വേണ്ടി നിലനിന്ന യോഹന്നാൻ സ്നാപകൻ മുറിച്ച് അദ്ദേഹത്തിന്റെ തല മുറിച്ചു കളയുകയായിരുന്നു. പക്ഷേ അദ്ദേഹം ദാരുണമായി നരകയാതന അനുഭവിച്ച് മരിച്ചിട്ടില്ല. പക്ഷെ ഐഷ പറയുന്നത് എന്താണ്? ഒരു മനുഷ്യനെയും ഞാൻ ഇങ്ങനെ നരകയാതന അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എഫക്റ്റിംഗ് എയിൽമെന്റ് എനിവൺ വേഴ്സ് ദാൻ അപ്പോൺ ദ മെസ്സഞ്ചർ ഓഫ് അല്ലാ. ഗ്രേഡ് ഓഫ് ദ ഹദീത്ത് സഹിയാണ്. ജാമിയ തിർമിദി 2397, ബുക്ക് 36 ഹദീസ് നമ്പർ 95, അല്ലെങ്കിൽ വോള്യം 4 ബുക്ക് നമ്പർ 10 ഹദീസ് നമ്പറും 2397. തെളിവ് മേളിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് സേവ് ചെയ്യാവുന്നതാണ്. ഇനിയും മുഹമ്മദ് നരകത്തിലാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നെ തെളിയിക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് സുന്നികൾ പറയുന്ന ഹദീസുകൾ. മുഹമ്മദിന്റെ മരണത്തെ പറ്റി സുന്നികൾ പറയുന്നതായിട്ടുള്ള ഹദീസുകളും ഖുറാന്റെ രേഖകളും നമ്മൾ ഇവിടെ വെച്ചു. ഖുറാന്റെ ആയത്ത് പറഞ്ഞു, സൂറ 69 44, 45, 46. അവിടെ അള്ളാഹ് പറയുന്നു, ഇവൻ എന്തെങ്കിലും കെട്ടിച്ചമച്ച് പറഞ്ഞതാണെങ്കിൽ ഇവന്റെ ജീവനാടി നാം മുറിച്ചു കളയും. അപ്പുറത്ത് മുഹമ്മദിന്റെ മരണത്തിൽ മുഹമ്മദ് തന്നെ പറയുന്നു, എന്റെ ജീവനാടി മുറിഞ്ഞു പോകുന്നതായിട്ടുള്ള വേദന എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പം പുള്ളിക്ക് നല്ല ഒന്നാം തരം പണി അള്ളാഹ് തന്നെ കൊടുത്തതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഹദീസുകളെല്ലാം നമ്മൾ വിവരിച്ചു. ഇതിനെപ്പറ്റി ആർക്കെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. ഈ തെളിവുകൾ നിങ്ങൾക്ക് സേവ് ചെയ്യാം. അടുത്ത ഭാഗം നമ്മൾ പോകുന്നത് ഷിയാക്കളുടെ ഷിയാക്കളുടെ തെളിവുകളിലേക്കാണ്. എന്തുകൊണ്ടാണ് ഷിയാക്കൾ ഐഷയാണ് ഇത് വിഷം കൊടുത്ത് കൊന്നത് എന്ന് ഷിയാക്കൾ പറയുവാനുള്ള കാരണം എന്താണ് എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും എതിരഭിപ്രായമുള്ളവർ കടന്നു വരിക. ചാറ്റ് ബോക്സിനകത്ത് ഒരു മിനിറ്റ് ബോസ്, ഒരു മിനിറ്റ് ചാറ്റ് ബോക്സിനകത്ത് ഷാ ലിങ്ക് ഒക്കെ ഇടുന്നു, ഡിലീറ്റ് ചെയ്യോ? പുള്ളി കയറി വന്നിട്ടുണ്ട്. ഷാ വന്നിട്ടുണ്ട്. ഷാ മേളിൽ കയറി വന്ന് തെളിവ് പറഞ്ഞതിൽ അതിലൊരു അഭിപ്രായം പറയുക, അല്ലെങ്കിൽ താഴോട്ട് പറഞ്ഞു വിടുന്നതായിരിക്കും ഈ പറഞ്ഞ തെളിവുകളിൽ. ഞാനൊരു ക്രിസ്ത്യാനിയാണല്ലോ, ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. ഇതൊക്കെ എന്നാ ബോസ് ബ്രദറിനെ കേൾക്കാം. ബോസ് ബ്രദർ ആദ്യം കടന്നു വന്നതാണല്ലോ. ബോസ് ബ്രദർ ആദ്യമേ ലൈനകത്ത് ഉണ്ടായിരുന്നു. ഷാ ഒരു മിനിറ്റ് നിൽക്കൂ, ബോസ് ബ്രദർ വെയിറ്റ് ചെയ്യുവാണ്. താങ്കൾ ഒന്ന് വെയിറ്റ് ചെയ്യൂ പ്ലീസ്. മൈക്ക് മ്യൂട്ട് ചെയ്തിരിക്കൂ. ബോസ് ബ്രദർ പറയും. ഇത് മോശമാണ് സഹോദര. ഇതൊന്നും നമ്മൾ ഒരിക്കലും ചെയ്യരാത്ത കാര്യങ്ങളാണ്, മനസ്സിലായോ? ഓക്കെ. നല്ല അഭിപ്രായമാണ് ബ്രദറെ. അപ്പുറത്തോട്ട് ഒരു റൂം ഇടുക, എന്നിട്ട് അപ്പുറത്ത് റൂം ഇട്ടിട്ട് പറയുക ഇത് മോശമാണ്, ഇത് ചെയ്യരുത്. ഞങ്ങളുടെ കർത്താവിനെ വ്യഭിചാരത്തിൽ ജനിച്ച എന്ന് പറയുകയും വേശ്യാപുത്രൻ എന്ന് പറയുകയും മദ്യം വിളമ്പുന്ന യേശു എന്ന് പറയുകയും ചെയ്യുമ്പോൾ മമ്മൂഞ്ഞ് മരിച്ചത് എങ്ങനെയാണെന്ന് ഇവരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഞാനെടുത്ത് വായിച്ചാൽ ഇതെങ്ങനെയാണ് മോശമാവുന്നത്? കർത്താവിനോടുള്ള സ്നേഹം നിനക്ക് മുസ്ലിങ്ങളോടുള്ള സ്നേഹം പോലും നിനക്ക് കർത്താവിനോട് ഇല്ലെങ്കിൽ അപ്പുറത്ത് പോയി റൂം ഇടൂ. ഇത് അതിനുള്ള റൂമല്ല, ഇത് അക്കാഡമിക് റൂമാണ്. തല്ലിക്കൊന്ന യേശു, തല്ലിക്കൊന്ന ദൈവം എന്നൊക്കെ പറയുമ്പോൾ ആ വേദന ഇല്ലാത്തവനൊക്കെ അപ്പുറത്ത് പോയി റൂം ഇടൂ. ഇനിയും ഷായ്ക്ക് എന്തോ അടങ്ങിരി സമയം തരാമല്ലോ. ഞാൻ ഇവിടെ പറഞ്ഞതിൽ എതിരഭിപ്രായം, ഹദീസുകളിലൂടെ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയൂ. അടുത്ത സെഷനിലേക്ക് പോകേണ്ടതാ. അതായത് ഏത് ഹദീസിലാ എതിരഭിപ്രായം? ഏത് ഹദീസിലാ? ഓക്കെ. അപ്പം ഷായ്ക്ക് അവന്റെ മമ്മൂഞ്ഞിനെ പറ്റി പറയുമ്പോൾ, അവന്റെ വൃത്തികെട്ട പ്രവാചകനെ പറ്റി പറയുമ്പോൾ, ആ വൃത്തികെട്ട പ്രവാചകന്റെ ദാരുണ അന്ത്യത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിനൊന്നും പറയുവാനില്ല. പിന്നെയും പറയുന്നു അക്കാഡമിക് റൂമാണ്, വിവരക്കേട് പറയാൻ വേണ്ടി മേളിൽ കയറി വന്നു കഴിഞ്ഞാൽ തോട്ടിലോട്ട് വലിച്ചെറിയും. മനസ്സിലായോ? അല്ല, ഇവിടെ എന്തെങ്കിലും തെളിവ് വെച്ച് പറയാൻ കഴിവുള്ളവനാണെങ്കിൽ മേളിൽ കയറി വരിക. ഒരു പ്രാവശ്യം കൂടെ അവസരം തരുന്നു. ഷാ, ഞാൻ ഇവിടെ പറഞ്ഞ തെളിവുകളിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയുക. ഹദീസ് നമ്പർ, ഏത് എതിരഭിപ്രായം പറയൂ.
പരാശാ ഷായെ മൈക്ക് എടുത്തിട്ട് പറയൂ, ഞാൻ പറഞ്ഞ ഹദീസ് എന്താണ് എതിരഭിപ്രായമുള്ളത്? ഓക്കെ. ഇപ്പോഴാണ് മൈക്ക് കണ്ടത്. അപ്പോ താങ്കൾ പറഞ്ഞു പ്രവാചകൻ വിഷം കഴിച്ച് മരിച്ചതാണെന്ന്. അല്ല, അങ്ങനെയല്ല. എങ്ങനെ പ്രവാചകൻ വിഷം ഞാൻ തെളിവ് തന്നല്ലോ. വിഷത്തിന്റെ വേദന ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിക്കാണ്, The prophet in his ailment that he died. Abdullah, the prophet in his ailment that he died. നിനക്ക് ചെവി കേൾക്കാഞ്ഞിട്ടാണോ അബ്ദുല്ലേ? മുഹമ്മദ് തന്നെ പറയുന്നു, the prophet in his ailment that he died. നിനക്ക് ഇത്രയും നാണമാണെങ്കിൽ, നിന്റെ മമ്മൂഞ്ഞിനെ പറ്റി പറയുമ്പോൾ നിനക്ക് ഇത്രയും നാണമാണെങ്കിൽ എടാ മിണ്ടാതിരിക്കേ, അല്ലെങ്കിൽ താഴെ ഇരുന്ന് കേൾക്ക്. അതല്ലാതെ നിനക്കൊന്നും സംഭവിക്കത്തില്ല. മനസ്സിലായോ? നീ ബൈബിളിലെ ദൈവത്തിനെതിരെ നീ എന്തൊക്കെയും പറഞ്ഞു, പക്ഷെ അതിന് ഞങ്ങൾ തക്കതായിട്ടുള്ള മറുപടി ഞങ്ങളുടെ റൂമിനകത്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ റൂമിനകത്ത് വിവരക്കേട് പറയാനുള്ള സ്ഥലമൊന്നും അല്ല ഇത്. സഹോദരന്മാരെ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് പറയുക. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടന്നു പോവാം.